എന്തൊക്കെ പറയണം. എടാ അളിയ, ഞാനിവിടെ ചന്തയുടെ ഫ്ലാറ്റില് പണി കിട്ടിയ ഒരു സംശയം. എടാ ഇവള് നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ലടാ. എടാ നിങ്ങൾ ഒന്ന് വരാവോ? നിങ്ങളോ വന്നാൽ എന്താടാ അടിച്ച് ഓഫായ എവിടെയെങ്കിലും കിടക്കിയിരിക്കും. ബോധം ഒരു മിനിറ്റ് പോക്കോളും. ഷോ എന്റെ ക്രെഡിറ്റ് കാർഡാണ് വിളിച്ചായിരുന്നു. എടാ ഒന്നും വന്നേ. എടാ ഇത് മറ്റവനല്ലേ? ആ ഇത് കുമാർ. ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ जानते इसको? എടവിന് എത്രയിലും MDMA ആയിട്ട് നാർക്കോട്ടിക്സ് നോക്കിയതാ. കുറച്ചാലാത്തായിരുന്നു. ഇവൻ ഇറങ്ങിയതേ അറിഞ്ഞില്ല. मिसिंग वाली खबर भी देख ली उसने. എടാ പോലീസിനെ വിളിക്കണോ? എന്തിന്? സണ്ണി ഹലോ കയറി പോര്. പൂച്ചകത്താ, പേടിക്കണ്ട. ഇല്ല, വർക്ക് ഉണ്ട്. സണ്ണി ഒന്ന് വരുമോ? എന്താ? ഐ എം സോറി. എന്നെ ഉറക്കത്തിന് എണീപ്പിച്ച ഐ ഗെറ്റ് എ ബിറ്റ് ആംഗ്രി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോറി. ഇറ്റ്സ് ഓക്കെ. ഞാൻ നൈജിൽ നോക്കി വന്നാ. അവന്റെ ഫോൺ ഓഫാ. നൈജൽ എൻ്റെ കൂടെ ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. कहाँ गया वो? ब्लड लगा उसके शूज पे ना. എന്താ? അല്ല, വേണുവിന്റെ ക്രെഡിറ്റ് കാർഡ് അവന്റെ ഇല്ല. അപ്പൊ അത്യാവശ്യം ഉണ്ടായിരുന്നു. പൈസ വല്ലതും വേണോ? കാശൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി. I'll go. I'm late for work. ഓക്കെ. उसको डाउट हो गया उस पे. എന്താ? എനിക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ. എന്ത്? നമ്മളുടെ നൈജില് അവളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്നാ തോന്നുന്നു. ഓ പറ്റിയിട്ടുണ്ട്. ഈ ചന്ദ്രയില്ലേ, എനിക്കെന്തോ ഒരു उसको डाउट हो गया उस पे. അവളുടെ ഫ്ലാറ്റിൽ വന്നു തോന്നുന്നു. ഈ കുമാറൊക്കെ നമുക്ക് ചെറിയ ക്രിമിനൽ അല്ലേ? കഞ്ചാവും ഒരു സപ്ലൈ ഉണ്ടെന്നല്ലേ? അതൊക്കെ ഒരു ക്രൈമാണ് തന്നെ. ഇനി ഇവരൊക്കെ ആണെങ്കിലും ഈ ഓർഗൻ മാഫിയ. उसको अलग ही वो डाउट हो रहा है ना उसको. നമ്മൾ കാണുന്ന പോലെ उसने न्यूज़ पेपर में वो भी न्यूज़ देखी ना. നമുക്ക് ശരിക്കും അറിയ പോലും ഇല്ല. वो भी डर गया. ഞാൻ നൈസായിട്ട് അവളെ ഫോളോ ചെയ്യാൻ പോവാം. ഈ സമയം അവളുടെ ഫ്ലാറ്റിൽ കയറി നോക്കാവൂ. എനിക്ക് അവൻ അവിടെ തന്നെ ഉണ്ടെന്നാ തോന്നുന്നത്. बेचारा. ये तो ये है. आ गया वो. എടാ വീണു, നീ ഇത് എവിടെയായിരുന്നു? ഒന്നും പറയണ്ടളിയാ. ഇന്നലെ ഞാനും ചന്ദ്രൻ വോക്കിന് പോയില്ലേ? വോക്ക് വേണ്ട, ഫ്ലാറ്റിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഫ്ലാറ്റിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. इतना झूठ बोलते ही. അവളെ കഥ കടച്ചു. എന്നിട്ട് എന്നാ പിന്നെ വീട്ടിൽ പോകുന്ന നേരത്തെ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോ പോലീസ് ലൈസൻസ് എടുക്കാനായി പോക്കറ്റ് കൈയിട്ട് പുറത്തെടുത്തപ്പോൾ കിട്ടി. कभी. എടാ നീ എങ്ങോട്ടാ? ചന്ദ്രനെ നമുക്ക് ശരിക്കും അറിയില്ലല്ലോടാ. सब पीछा कर रहा है. लेकिन ये जा कहाँ रही है? ड्यूटी पे. अब इसको करना चाहते किडनैप. ओ हाँ हाँ हाँ. ओ डोज ज्यादा ना उसमें. पूरा टेढ़ा कर दिया उसने. वो लड़का भी आ गया ना. कॉल पुलिस. ये कैसे है ये? प्लीज.
ഉറക്കം വരുന്നില്ലല്ലേ? കഥ പറഞ്ഞാൽ ഉറക്കം വരുമോ? എന്ത് കഥയാ വേണ്ടത്? യക്ഷിക്കഥ. ആ, യക്ഷിക്കഥ. പണ്ട് 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 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സിറ്റി വലിയൊരു കാടായിരുന്നു. അന്നിവിടെ രാജഭരണമായിരുന്നു. രാജാവിനൊരു വലിയ കൊട്ടാരവും കൊട്ടാരത്തോട് ചേർന്ന് ഒരു അമ്പലവും ഉണ്ടായിരുന്നു. ഈ രാജാവ് വലിയൊരു കാളീഭക്തനായിരുന്നു. രാജാവ് എന്നും അമ്പലത്തിൽ തൊഴാൻ പോകും. ഇത് രാജാവിന്റെ കഥയാണോ? പറയാം. ഈ കാടില്ലേ, അവിടെ മോളെ പോലെ ഉണ്ട കണ്ണൊക്കെ ആയിട്ട് ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. Jirativ Chandra. Wow. രാജാവ് എന്നും അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ ഈ കുട്ടിയും അവളുടെ കൂട്ടുകാരും ദൂരെ ഇങ്ങനെ നോക്കി നിൽക്കും. എന്താ അവരമ്പലത്തിൽ കയറാത്തെ? അവരെ അമ്പലത്തിൽ കയറ്റില്ല. രാജകുടുംബത്തിന് ചില പ്രമാണികൾക്ക് മാത്രമേ അമ്പലത്തിൽ കയറാൻ അനുവാദമുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടിയും കൂട്ടുകാരും ആരും അറിയാതെ अच्छा. പൂജാരിയെ കണ്ട് വെപ്രാളത്തിൽ ഓടിയപ്പോ അവിടുന്ന് കിട്ടിയ ആ മുത്ത് അറിയാതെ കുട്ടിയുടെ കയ്യിലായി. അയ്യോ, എന്നിട്ടെന്ത് പറ്റി? ആ, അമ്പലത്തറയിൽ കിടന്ന് കിട്ടിയ മുത്തായതുകൊണ്ട് കുട്ടികൾ അത് അവരുടെ ദേവിക്ക് സമർപ്പിച്ചു. ഇതറിഞ്ഞ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. കാടിന്റെ മക്കൾ തന്റെ അമ്പലത്തിൽ കയറിയതും വിഗ്രഹത്തിൽ കിടന്ന മുത്ത് അറിയാതെ എടുത്തതും ഒരാത്തന് അത് അവരുടെ ദേവിയുടെ വിഗ്രഹത്തെ കൊണ്ട് കിട്ടിയതൊന്നും രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ആ ദേഷ്യത്തിന് രാജാവ് അമ്പലത്തിന് തീയിട്ടു. उस वाले मंदिर में ना? हाँ. അമ്പലത്തിൽ കയറിയ കുട്ടികളെയും കുടുംബത്തെയും കൊല്ലാനും Oh. തങ്ങളെ കൊല്ലുമെന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ അവരെല്ലാവരും കാട്ടില് ഒരു ഗുഹയിൽ പോയി ഒളിച്ചു. ആ ഗുഹയില് ആർക്കും അറിയാത്ത എന്തോ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ശക്തി. जो स्टैचू है, एक स्टैचू है तो उसका सर नहीं आता. सर नहीं रहा है और ऊपर से पानी गिर रहा है. ओ ये सर है नीचे गिरा हो. वहीं पहुंच गया राजा. ओ वो भी आ गई वहीं. शिट. ഗുഹയിൽ നിന്ന് പുറത്തു വന്ന കുട്ടിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കും മനസ്സിലായില്ല. कैसे बांधा हो उनको? Oh my God. ओह, कैसे लटका रखा उसने लोगों को. जानबूझ के उसको दिखा भी रहा. वो भी आ गए ना वही. डॉग को तो नहीं मार देगा ये. फिर इसको होश आने लग गया. ओह, डॉग को मार दिया उसने.
Oh. ഹായ് ഗുഡ് മോർണിംഗ്. Oh. Oh. നിങ്ങൾ അങ്കള് ശരി മനസ്സിലാകല്ലേ? മനസ്സിലാകും. എന്റെ അണ്ണ ഇപ്പൊ വരും. പെണ്ണ് ಉಂಟು ನಿಂಗಕ್ಕೂ. ನಿನ್ನನ್ನು ಹಾಕ ಪೀಸ್ ಪೀಸ್ ಆಗ್ತೀನಿ. ನೀ ಭೂಮಿಯಲ್ಲಿ ಉಂಟಾ ಇಲ್ಲೇ ಅಂತ ಮಾಡ್ತೇವೆ ನಾವು. കിട്ടില്ല. ആണ് മേലെ കൈയാർത്തിയ മകളെ. अच्छा ये उठ गई थी वापस. उस पे कुछ असर नहीं होता शायद किसी भी चीज का ना. ना. What a power. हाँ. Oh. യക്ഷിയാണ്. കാളിയമ്മ. पैसे भागने लग गए. वो. ओह. ओह. Oh. ओह. वही बचा ना बस. ये भी है. वो और लोग भी बचे अभी. ओह. ओह. उसकी माँ को मार दिया उसने. मार दिया सभी. इसकी हालत खराब हो गई. उसे मार दिया उसने. ओह. अब दिखा रहे हैं सुपर पावर को. गया. इसे मार दिया. ये है उसकी पावर. इसने देख लिया. शिट. वो तो गया अब. बेहोश हो जाएगा अब सीधे. उसकी हालत खराब हो गई. लग ही रहा था मेरे को सीधे बेहोश हो जाएगा.